പ്രഭാഷകൻ 46 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ജോഷുവയും കാലേബും. നൂനിന്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു. അവന് മുമ്പ് ആരാണ് എത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവൻ്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയതല്ലേ? ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യമുണ്ടായതില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവൻ ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണ്ണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവൻ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യഫുന്നയുടെ പുത്രൻ കാലേബിനോടത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ട് ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രം അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. ന്യായാധിപന്മാർ സാമുവേൽ. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകൂടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സംപൂജരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. ടയറിലെ ജനതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവേൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു: ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. പ്രഭാഷകൻ 46 നിന്നുള്ള ചോദ്യങ്ങൾ. 1-ാം ചോദ്യം: മോശയുടെ പിൻഗാമി ആരായിരുന്നു? ഉത്തരം: ജോഷുവ. 2-ാം ചോദ്യം: പ്രഭാഷകൻ 46:3 പ്രകാരം ജോഷുവ ആർക്ക് വേണ്ടിയാണ് പോരാടിയത്? ഉത്തരം: ദൈവത്തിന് വേണ്ടി. 3-ാം ചോദ്യം: പ്രഭാഷകൻ 46:5 പ്രകാരം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ എന്താണ് ചെയ്തത്? ഉത്തരം: ശക്തനായ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. 4-ാമത്തെ ചോദ്യം: പ്രഭാഷകൻ 46:6 പ്രകാരം ഏത് ഇറക്കത്തിലാണ് ദൈവം ശത്രുവിനെ നശിപ്പിച്ചത്? ഉത്തരം: ബത്ഹോറോൺ. 5-ാമത്തെ ചോദ്യം: ആരുടെ മകനാണ് കാലേബ്? ഉത്തരം: യഫുന്നയുടെ മകനാണ്. 6-ാമത്തെ ചോദ്യം: പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ജോഷുവയും കാലേബും എത്ര യോദ്ധാക്കളുടെ ഇടയിൽ ആണ് അവശേഷിച്ചത്? ഉത്തരം: 6 ലക്ഷം. 7-ാമത്തെ ചോദ്യം: കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവേൽ എന്താണ് ആദ്യം ചെയ്തത്? ഉത്തരം: രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. 8-ാമത്തെ ചോദ്യം: ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് എന്താണ് ത്യാഗം ചെയ്തത്? ഉത്തരം: മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ. 9-ാമത്തെ ചോദ്യം: സാമുവേൽ മരിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി അവൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. 10-ാമത്തെ ചോദ്യം: സാമുവേലിൻ്റെ വിശ്വസ്തത നിമിത്തം അവൻ ഡാഷ് ആണെന്ന് തെളിയിച്ചു. ഉത്തരം: പ്രവാചകനാണെന്ന് തെളിയിച്ചു.